കേരളത്തിലുടനീളമുള്ള ആരോഗ്യ പ്രവർത്തകർ, അംഗനവാടി ജീവനക്കാർ, സ്കൂൾ അധ്യാപകർ, ആരോഗ്യ സന്നദ്ധ പ്രവർത്തകർ ഇവർക്കെല്ലാമുള്ള ഒരു ഓറൽ ഹെൽത്ത് കെയർ പരിശീലന സഹായിയായി ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഈ ഓഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. അതെ, ഇത് കണ്ണൂർ ഡെന്റൽ കോളേജിലെ പബ്ലിക് ഹെൽത്ത് ഡെന്റിസ്ട്രി വിഭാഗം മേധാവി ഡോക്ടർ മുഹമ്മദ് അർഷാദും പിന്നെ കോഴിക്കോടുള്ള ഡെന്റിസ്റ്റ് ആൻഡ് യു ഫൗണ്ടേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റിലെ ഡോക്ടർ വിവേക് ജിയും ചേർന്ന് തയ്യാറാക്കിയ പഠന സാമഗ്രികളെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ഓഡിയോ പരമ്പരയുടെ ഭാഗമാണ്. ശരിയാണ്. ഇതിന്റെ ലക്ഷ്യം വളരെ വലുതാണല്ലേ? അതായത് ദന്ത ഡോക്ടർമാരുടെ സേവനം അത്രയൊന്നും കിട്ടാത്ത സ്ഥലങ്ങളിൽ നിങ്ങളെപ്പോലുള്ള സാധാരണക്കാരെ കുട്ടികളുടെ ദന്താരോഗ്യത്തിന്റെ ഒരുതരം അംബാസിഡർമാരാക്കുക. തീർച്ചയായും. അപ്പോൾ ഇന്ന് നമ്മൾ ഈ പഠനസഹായിയിലെ 5ാമത്തെ അധ്യായത്തിലേക്കാണ് കടക്കുന്നത്. ബ്രഷ്, ഫ്ലോസ്, റിൻസ്. പല്ലു തേക്കുക, ഫ്ലോസ് ചെയ്യുക, വായ കഴുകുക, ഈ 3 കാര്യങ്ങൾ. ഇത് കേൾക്കുമ്പോൾ വളരെ സാധാരണമായിട്ട് തോന്നും അല്ലേ? ബ്രഷും പേസ്റ്റും എടുത്ത് പല്ല് തേക്കുന്നു, ഇട വൃത്തിയാക്കുന്നു, വായ കഴുകുന്നു. പക്ഷേ ഈ പഠനസഹായി പറയുന്നത് ഇവയാണ് കുട്ടികളുടെ ആജീവനാന്ത ദന്താരോഗ്യത്തിന്റെ അടിത്തറ എന്നാണ്. അതെ, ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. നമ്മൾ കൈ കഴുകുന്നത് പോലെ തന്നെ, കൈ കഴുകി രോഗാണുക്കളെ കളയുന്നത് പോലെ വായ വൃത്തിയാക്കുന്നത്, പല്ലിലെ പോട്, അതായത് കാവിറ്റീസ്. കാവിറ്റീസ്, പിന്നെ മോണലോഹങ്ങൾ, ഗം പ്രോബ്ലംസ്. അതെ, പിന്നെ കുട്ടികളെ ബുദ്ധിമുട്ടിക്കുന്ന വായ്നാട്ടം, ബാഡ് ബ്രെത്ത്, ഇതൊക്കെ തടയാൻ സഹായിക്കും. ശരിയാണ്. പിന്നെ ഈ ഗൈഡ് എടുത്തു പറയുന്ന ഒരു പ്രധാന കാര്യം, ഇത് എത്രയും നേരത്തെ തുടങ്ങുന്നോ അത്രയും നല്ലതെന്നാണ്. ചെറുപ്പത്തിലേ തുടങ്ങണം. അതെ, അവരുടെ സ്ഥിരം പല്ലുകൾ, പെർമനന്റ് ടീത്ത് വരുന്നതിനും എത്രയോ മുൻപേ. ഇത് വെറുതെ പല്ല് വൃത്തിയാക്കൽ മാത്രമല്ല, കുട്ടികളിൽ ഒരു ആത്മവിശ്വാസം, ആരോഗ്യം, പിന്നെ ഒരുതരം അച്ചടക്കം, അങ്ങനെയൊക്കെ വളർത്താനും ഇത് സഹായിക്കും. വളരെ ശരിയാണ്. അപ്പോൾ നമുക്കിന്ന് ഈ അധ്യായം ഒന്ന് വിശദമായി നോക്കാം. ഈ ലളിതമായ കാര്യങ്ങൾ മനസ്സിലാക്കി എങ്ങനെ കുട്ടികളുടെ പുഞ്ചിരി സംരക്ഷിക്കാം, എങ്ങനെ നിങ്ങൾക്ക് നല്ലൊരു ആരോഗ്യ മാർഗദർശിയാവാം എന്നൊക്കെ ചർച്ച ചെയ്യാം. തീർച്ചയായും. ഈ ശീലങ്ങൾ കുട്ടികൾക്ക് എന്തിനാണ് ഇത്ര പ്രധാനമെന്ന് മനസ്സിലാക്കാൻ നമ്മൾ ആദ്യം പ്ലാക്ക് എന്നൊരു സംഭവത്തെക്കുറിച്ച് അറിയണം. പ്ലാക്ക് കേട്ടിട്ടുണ്ട്. ഈ പഠനസഹായി ഇത് നന്നായി പറയുന്നുണ്ട്. പ്ലാക്ക് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മുടെ പല്ലിന്റെ പുറത്ത് എപ്പോഴും ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കുന്ന, കണ്ണുകൊണ്ട് പെട്ടെന്ന് കാണാൻ പറ്റാത്തൊരു പാളിയാണ്. അതിൽ നിറയെ ബാക്ടീരിയകളും നമ്മൾ കഴിച്ച ഭക്ഷണത്തിന്റെ ചെറിയ അംശങ്ങളും ഒക്കെ ഉണ്ടാവും. ഒരു നേർത്ത ഫിലിം പോലെ പശപശപ്പുള്ള ഒന്ന്. ഇതിന് നമ്മൾ ദിവസവും ബ്രഷ് ചെയ്ത് കളഞ്ഞില്ലെങ്കിൽ അത് അവിടെ തന്നെ ഇരുന്ന് കട്ടിയാവും, ഒരു സിമന്റ് പോലെ. അതിനെയാണ് നമ്മൾ ടാർട്ടാർ അല്ലെങ്കിൽ കാൽക്കുലസ് എന്നൊക്കെ പറയുന്നത്. ശരി. ഈ ടാറ്റാറ് പിന്നെ നമ്മൾ സാധാരണ ബ്രഷ് ചെയ്താലൊന്നും പോകില്ല, ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോയി ക്ലീൻ ചെയ്യേണ്ടി വരും. അതാണല്ലേ ഈ പല്ലിലെ മഞ്ഞ നിറത്തിലും മറ്റും കാണുന്നത്. അതെ, അത് മാത്രമല്ല, ഈ ടാറ്റാറാണ് പിന്നീട് പല്ലിൽ പോട് വീഴാനും പിന്നെ മോണയിൽ നീര്, ചോര വരൽ, അങ്ങനെയുള്ള മോണരോഗങ്ങൾക്കും പ്രധാന കാരണം. അപ്പൊ ഈ പ്ലാക്ക് കളയണം. അതെ, അവിടെയാണ് ബ്രഷിങ്ങിന്റെ പ്രാധാന്യം വരുന്നത്. ദിവസവും 2 നേരം നന്നായി ബ്രഷ് ചെയ്യുമ്പോൾ നമ്മൾ ഈ പ്ലാക്ക് എന്ന സാധനത്തിനെ തുടച്ചു നീക്കുകയാണ്. അപ്പോൾ വായ നല്ല ഫ്രഷ് ആകും. തീർച്ചയായും. കുട്ടികളുടെ കാര്യത്തിൽ ഇത് കുറച്ചുകൂടി ശ്രദ്ധിക്കണം. കാരണം ഈ പഠനസഹായി പറയുന്ന പോലെ കുട്ടികളുടെ പല്ലിന്റെ എനാമൽ എന്ന് പറയുന്ന ആ പുറത്തെ പാളിയില്ലേ, അത് മുതിർന്നവരുടെ അത്ര കട്ടിയുള്ളതല്ല. അപ്പൊ പെട്ടെന്ന് കേടുവരുവോ? വരാൻ സാധ്യത കൂടുതലാണ്. ഒരു പുതിയ പെയിന്റ് അടിച്ച പോലെ എളുപ്പം പോറലേൽക്കാം. അതുകൊണ്ട് സ്ഥിരമായി ബ്രഷ് ചെയ്ത് പ്ലാക്ക് കളയുന്നത് കുട്ടികൾക്ക് വളരെ അത്യാവശ്യമാണ്. ഇതൊരു നല്ല ശീലം കൂടിയാണല്ലോ. അതെ, ചെറുപ്പത്തിലെ ബ്രഷിംഗ് ഒരു ശീലമായാൽ പിന്നെ അവർക്ക് പല്ലിന്റെ കാര്യത്തിലൊരു ശ്രദ്ധ വരും, ഡെന്റിസ്റ്റിനെ പേടിക്കുന്നത് കുറയും, ദന്തശുചിത്വം ഒരു ഭാരമായി തോന്നില്ല. അപ്പോ എപ്പോഴാണ് തുടങ്ങേണ്ടത്? എത്രാമത്തെ വയസ്സിൽ? ഈ പഠനസഹായി അതിന് നല്ലൊരു ഉത്തരം പറയുന്നുണ്ട്. കുഞ്ഞിന്റെ വായില് ആദ്യത്തെ പാൽപ്പല്ല്, ബേബി ടൂത്ത് എപ്പ കാണുന്നോ അപ്പ തുടങ്ങണം. ഒറ്റപ്പല്ല് വന്നാലും? അതെ, ഒറ്റ പല്ല് വന്നാലും തുടങ്ങണം. സാധാരണ ഒരു 6 മാസമൊക്കെ ആവുമ്പോഴാണ് ആദ്യത്തെ പല്ല് വരുന്നത്. ഓർത്തുവെക്കാൻ നല്ല എളുപ്പമുണ്ടല്ലോ. ഒരു പല്ല് വന്നാൽ ബ്രഷ് ചെയ്തു തുടങ്ങുക. അതെ, മാതാപിതാക്കളോട് പറയാൻ പറ്റിയ നല്ലൊരു പോയിന്റാണ്. പക്ഷെ ഈ ഗൈഡില് വേറൊരു കാര്യം കൂടി പറയുന്നുണ്ടല്ലോ, പല്ല് വരുന്നതിന് മുമ്പും വായ വൃത്തിയാക്കുന്നതിനെക്കുറിച്ച്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പല്ല് വരും മുൻപേ, അതായത് ആ മോണ മാത്രമുള്ള സമയത്ത് നല്ല വൃത്തിയുള്ള നനഞ്ഞ മൃദുവായൊരു തുണി, അല്ലെങ്കിൽ ഗോസ്. അതെ, നനഞ്ഞ ഗോസ് ആയാലും മതി. അത് വെച്ച് പാല് കൊടുത്തതിനു ശേഷം പതുക്കെ മോണ ഒന്ന്
തുടച്ചു കൊടുക്കുന്നത് നല്ലതാണ്. അതിനെന്താ ഗുണം? അതിന് 3 പ്രധാന ഗുണങ്ങളുണ്ട് ഈ ഗൈഡ് പറയുന്നത്. ഒന്ന്, പാല് കുടിച്ചതിന്റെ നേരിയ അംശങ്ങളോ മറ്റോ വായിലുണ്ടെങ്കിൽ അത് പോകും. അപ്പോൾ പിന്നീട് പല്ല് വരുമ്പോൾ കേടുവരുത്തുന്ന ബാക്ടീരിയകൾക്ക് വളരാനുള്ള സാധ്യത കുറയും. ശരി. 2, കുഞ്ഞിന് ആ വായുടെ ഉള്ളിൽ എന്തെങ്കിലും തൊടുന്നത് ഒരു ശീലമാവും. അപ്പോ പിന്നെ ടൂത്ത് ബ്രഷ് കാണുമ്പോൾ പേടിയുണ്ടാവില്ല. അതൊരു നല്ല കാര്യമാണല്ലോ. മൂന്നാമത്തേത്, ഇതൊരു തുടക്കമാവും. ഒരു ദിനചര്യയുടെ പിന്നീട് ബ്രഷിംഗ് എളുപ്പമാക്കാൻ ഇത് സഹായിക്കും. ഒരു തരം ട്രെയിനിങ് പോലെ. ഓക്കെ. അപ്പൊ ശീലത്തിന്റെ കാര്യം പറഞ്ഞ സ്ഥിതിക്ക് ബ്രഷിങ്ങിന് ഒരു കൃത്യസമയം വേണമല്ലോ. എപ്പോഴൊക്കെയാണ് ചെയ്യേണ്ടത്? ഈ പുസ്തകം പറയുന്നത് ഏകദേശം ഒരു 16-18 മാസം, അതായത് 1.5 വയസ്സാവുമ്പോഴേക്കും ദിവസം 2 തവണ ബ്രഷ് ചെയ്യുന്നത് ഒരു ശീലമാക്കണമെന്നാണ്. 2 തവണ? എപ്പോഴൊക്കെ? 1 രാവിലെ, പ്രഭാത ഭക്ഷണം കഴിച്ചതിന് ശേഷം. ഭക്ഷണത്തിന് മുൻപല്ല, ശേഷം. അതെ, ഭക്ഷണത്തിന് ശേഷം. അപ്പോഴാണല്ലോ ഭക്ഷണത്തിന്റെ അംശങ്ങൾ പറ്റിപ്പിടിച്ചിട്ടുണ്ടാവുക. ശരി. പിന്നെ രണ്ടാമത്തേത് രാത്രി, ഉറങ്ങാൻ പോകുന്നതിന് തൊട്ടുമുമ്പ്. ഓ, ഉറങ്ങും മുൻപ്. അതെ, ഇതിൽ രാത്രി ഉറങ്ങുന്നതിന് മുൻപുള്ള ബ്രഷിംഗ് ആണ് ഏറ്റവും പ്രധാനം എന്ന് ഈ ഗൈഡ് അടിവരയിട്ട് പറയുന്നു. അതെന്താ അങ്ങനെ? കാരണം നമ്മൾ രാത്രി ഉറങ്ങുമ്പോൾ വായിലെ ഉമിനീരിന്റെ, സലൈവയുടെ അളവ് കുറയും. ശരിയാണല്ലോ. ഈ ഉമിനീരിന് പല്ല് ക്ലീൻ ചെയ്യാനും സംരക്ഷിക്കാനും ഒരു കഴിവുണ്ട്, ഒരു നാച്ചുറൽ മൗത്ത് വാഷ് പോലെ. പക്ഷേ രാത്രി ഉമിനീര് കുറയുമ്പോൾ പല്ലിൽ പറ്റിപ്പിടിച്ച ഭക്ഷണവും മറ്റും അവിടെ തന്നെ കൂടുതൽ നേരം ഇരിക്കും. അപ്പോ ബാക്ടീരിയയ്ക്ക് പണിയെടുക്കാൻ നല്ല സമയം കിട്ടും. അതെ, അവർക്ക് ആ ഭക്ഷണത്തിൽ നിന്ന് ആസിഡ് ഉണ്ടാക്കാൻ ഇഷ്ടം പോലെ സമയമായി. 8 മണിക്കൂറോളം. ഫലം, പല്ല് പെട്ടെന്ന് കേടാവും, ടൂത്ത് ഡീക്കേ വരും. അതുകൊണ്ട് രാത്രിയിലെ ബ്രഷിംഗ് ഒരു കാരണവശാലും മുടക്കരുത്. ഇത് ശരിക്കും നമ്മൾ ഓർക്കേണ്ട കാര്യമാണ്. മാതാപിതാക്കളോട് പ്രത്യേകം പറയേണ്ട കാര്യമാണ്. തീർച്ചയായും. ഇനി കുട്ടികൾക്കുള്ള ടൂത്ത് ബ്രഷ് കടയിൽ പോയാൽ ഒരുപാട് തരം കാണുമല്ലോ. എങ്ങനെയാ നല്ലത് തിരഞ്ഞെടുക്കുക? അതിനും ഈ പഠനസഹായി നല്ല ടിപ്സ് തരുന്നുണ്ട്. ഒന്നാമതായി, ബ്രഷിന്റെ തല, ആ ബ്രിസിൽസ് ഉള്ള ഭാഗം, അത് ചെറുതായിരിക്കണം. കുട്ടിയുടെ ചെറിയ വായുടെ എല്ലാ മൂലയിലും എത്തണം. ഓക്കെ. രണ്ടാമത്, നാരുകൾ, അതായത് ബ്രിസിൽസ്, അത് വളരെ സോഫ്റ്റ് ആയിരിക്കണം. സോഫ്റ്റ് അല്ലെങ്കിൽ എക്സ്ട്രാ സോഫ്റ്റ് എന്നെഴുതിയത് നോക്കി വാങ്ങണം. സിന്തറ്റിക് നാരുകളാണ് നല്ലത്. ഹാർഡ് അല്ലെങ്കിൽ മീഡിയം ബ്രിസിൽസ് പാടില്ലേ? ഒരു കാരണവശാലും പാടില്ല. അത് കുട്ടികളുടെ കട്ടിക്കുറഞ്ഞ ഇനാമലിനും ലോലമായ മോണയ്ക്കും കേടുവരുത്തും. മോണ പൊട്ടാൻ സാധ്യതയുണ്ട്. ശരി. പിന്നെന്താ ശ്രദ്ധിക്കേണ്ടത്? കുട്ടികൾക്ക് എളുപ്പം പിടിക്കാൻ പറ്റുന്ന രീതിയിൽ കുറച്ച് വലിയ പിടി, അതായത് ഹാൻഡിലുള്ളത് നല്ലതാണ്. കയ്യിൽ ഒതുങ്ങുന്നത്. അതെ. പിന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട നിറമോ കാർട്ടൂൺ ചിത്രങ്ങളോ ഒക്കെ ഉള്ളതാണെങ്കിൽ ബ്രഷിംഗ് കുറച്ചുകൂടി ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതൊരു ബോണസ്. ഇലക്ട്രിക് ടൂത്ത് ബ്രഷോ? അത് കുട്ടികൾക്ക് ഉപയോഗിക്കാമോ? സാധാരണ അതിന്റെ ആവശ്യമില്ല. പക്ഷേ ഈ പല്ലില് കമ്പിയൊക്കെ ഇട്ട കുട്ടികള്, അല്ലെങ്കിൽ കൈക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള കുട്ടികള്, അവർക്ക് ചിലപ്പോൾ ഡോക്ടർമാർ നിർദ്ദേശിക്കാറുണ്ട്. അല്ലാതെ സാധാരണ കുട്ടികൾക്ക് സാധാരണ സോഫ്റ്റ് ബ്രഷ് മതി. ഓക്കെ. ഇനി കുട്ടികളിത് ചെയ്യാൻ പഠിപ്പിക്കണ്ടേ? അതാണല്ലോ ഏറ്റവും വലിയ വെല്ലുവിളി. അതെ, കുട്ടികള് നമ്മളെ കണ്ടാണ് പഠിക്കുന്നത്. അപ്പം നമ്മള് ദിവസവും 2 നേരം കൃത്യമായി പല്ല് തേക്കുന്നത് അവരെ കാണിക്കണം. ഇതൊരു പ്രധാനപ്പെട്ട നല്ല കാര്യമാണെന്ന് അവരെ മനസ്സിലാക്കണം. എങ്ങനെ അവരെ പ്രോത്സാഹിപ്പിക്കാം? ഈ ഗൈഡിൽ ചില വഴികൾ പറയുന്നുണ്ടല്ലോ. ഉവ്. 1, ആദ്യം ആ ബ്രഷ് അവരുടെ കയ്യിൽ കൊടുക്കുക. അവരതൊന്ന് പിടിച്ചു നോക്കട്ടെ, വായിൽ വെക്കട്ടെ, പരിചയപ്പെടട്ടെ. അതെ. പിന്നെ കണ്ണാടിയുടെ മുന്നിൽ നമ്മൾ ചെയ്യുമ്പോൾ അവരെയും കൂടെ നിർത്തുക. ഒരുമിച്ച് ചെയ്യാം. അതൊരു ഫാമിലി ടൈം ആക്കാം. നല്ല ഐഡിയ. പിന്നെ ബ്രഷ് ചെയ്യുമ്പോൾ ചെറിയ പാട്ടുകൾ പാടാം, അല്ലെങ്കിൽ കഥ പറയാം. ഒരു 2-3 മിനിറ്റ് അവരെ പിടിച്ചിരുത്താൻ ഇത് സഹായിക്കും. ഇഷ്ടം പോലെ ബ്രഷിംഗ് സോങ്സ് ഇന്റർനെറ്റിലുണ്ട്. സമയം പോകാനായിട്ട്. അതെ. കുട്ടി തനിയെ ഒന്ന് ബ്രഷ് ചെയ്തു കഴിഞ്ഞാൽ, ആഹാ, മിടുക്കനായല്ലോ, മിടുക്കിയായല്ലോ, ഇനി അമ്മ അച്ഛൻ ഒന്നൂടെ ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് നമ്മൾ ശരിയായ രീതിയിൽ ഒന്നൂടെ ചെയ്തു കൊടുക്കണം. അവരുടെ ശ്രമത്തെ അഭിനന്ദിക്കണം, അല്ലേ? തീർച്ചയായും. കൊള്ളാം, നന്നായി ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് സന്തോഷമാകും. ഈ ഗൈഡ് പറയുന്നത് പോലെ ഇതിനെ ഒരു കളിയായി മാറ്റാൻ ശ്രമിക്കണം. നിങ്ങൾ പരിശീലകരാകുമ്പോൾ ക്ലാസ്സിലോ അംഗനവാടിയിലോ ഒക്കെ ഇത് എങ്ങനെ പഠിപ്പിക്കാം? അതിനൊരു നല്ല വഴിയുണ്ട്. ഒരു വലിയ പല്ലിന്റെ മോഡല്, ഒരു ഡെന്റൽ മോഡല്, പിന്നെ ഒരു വലിയ കളിപ്പാട്ട ബ്രഷും ഉപയോഗിക്കാം. ഡെമോ കാണിക്കാൻ. അതെ. കുട്ടികളെ ഓരോരുത്തരെയായി വിളിച്ച്
ആ മോഡലിൽ എങ്ങനെ ബ്രഷ് ചെയ്യണം എന്ന് കാണിച്ചു കൊടുക്കാം. ഒരു പാട്ടൊക്കെ പാടി അവരെക്കൊണ്ട് തന്നെ ആ മോഡലിൽ ബ്രഷ് ചെയ്യിക്കാം. ഇതവർക്ക് കാണാനും ചെയ്യാനും ഒരവസരമാകും. പേടി മാറും. വളരെ നല്ലത്. അപ്പൊ ഈ ശരിയായ ബ്രഷിംഗ് രീതി എന്താണ്? എങ്ങനെയാണ് ചെയ്യേണ്ടത്? പ്രധാനമായിട്ടും എല്ലാ ഭാഗവും വൃത്തിയാവണം. ഈ ഗൈഡ് പറയുന്ന രീതി ഇങ്ങനെയാണ്. 1. ബ്രഷ് ഒരു 45 ഡിഗ്രി ചെരിച്ചു പിടിക്കണം, പല്ലും മോണയും ചേരുന്ന ആ ഭാഗത്ത്. ഓക്കെ. 2. ഒരുപാട് ശക്തി കൊടുത്ത് ഉരയ്ക്കരുത്. മൃദുവായിട്ട് ചെറിയ ചലനങ്ങൾ, മുന്നോട്ടും പിന്നോട്ടോ അല്ലെങ്കിൽ ചെറിയ വട്ടത്തിലോ ബ്രഷ് ചലിപ്പിക്കാം. എല്ലാ പല്ലിലും എത്തണ്ടേ? അതെ. പല്ലിന്റെ പുറംഭാഗം, പിന്നെ ഉൾഭാഗം, അതുപോലെ നമ്മൾ ചവയ്ക്കുന്ന പ്രതലം ചൂയിങ് സർഫസസ്, ഈ 3 ഭാഗങ്ങളും ശ്രദ്ധിച്ച് എല്ലാ പല്ലിലും ബ്രഷ് എത്തണം. നാക്കോ? നാവ് ബ്രഷ് ചെയ്യണോ? തീർച്ചയായും. വായ്നാറ്റം കുറയ്ക്കാനും അണുക്കളെ കളയാനും നാവ് പതുക്കെ ഒന്ന് ബ്രഷ് ചെയ്യുന്നത് നല്ലതാണ്. എത്ര നേരം ചെയ്യണം ഇതെല്ലാം കൂടി? ഏകദേശം ഒരു 2 മുതൽ 3 മിനിറ്റ് വരെ എടുക്കണം. 2-3 മിനിറ്റ്? അതെ. ഒരു പാട്ട് കേൾക്കുന്ന സമയം അല്ലെങ്കിൽ ഒരു ടൈമർ വെച്ചാൽ മതി. ശരി. പക്ഷേ കുട്ടികൾ ഇത്രയും നേരം ചെയ്യുമോ? അവർക്ക് എല്ലാ ഭാഗത്തും വൃത്തിയാക്കാൻ പറ്റുമോ? അവിടെയാണ് അടുത്ത പോയിന്റ്. മേൽനോട്ടം, സൂപ്പർവിഷൻ. ഈ പഠനസഹായി പറയുന്നത് ഏകദേശം 6 വയസ്സാവുന്നതുവരെ അല്ലെങ്കിൽ കുട്ടിക്ക് സ്വന്തമായി ഷൂലേസ് കെട്ടാനൊക്കെ പറ്റുന്നതുവരെ അവരുടെ ബ്രഷിംഗ് നമ്മൾ ശ്രദ്ധിക്കണം. ഓ, അപ്പോ അവര് തനിയെ തേച്ചാലും നമ്മളൊന്ന് നോക്കണം. നോക്കിയാൽ മാത്രം പോരാ. അവർ ചെയ്തതിനു ശേഷം നമ്മൾ ഒന്നുകൂടി വൃത്തിയാക്കി കൊടുക്കണം. കാരണം ചെറിയ കുട്ടികൾക്ക് കൈ അത്ര വഴങ്ങില്ല, എല്ലാ മൂലയിലും എത്തിക്കാൻ പറ്റിയെന്ന് വരില്ല. നമ്മൾ ഉറപ്പുവരുത്തണം. വളരെ പ്രധാനപ്പെട്ട കാര്യമാണത്. ഇനി ഈ ടൂത്ത് ബ്രഷ് എങ്ങനെ സൂക്ഷിക്കണം? എപ്പം മാറ്റണം? ഓരോ തവണ ഉപയോഗം കഴിഞ്ഞും പൈപ്പിന്റെ ചുവട്ടിൽ പിടിച്ച് നന്നായി കഴുകണം. പേസ്റ്റും ഭക്ഷണാവശിഷ്ടവും ഒക്കെ കളയണം. എന്നിട്ട് കുത്തനെ വെച്ച് ഉണങ്ങാൻ അനുവദിക്കണം. നല്ല കാറ്റോട്ടമുള്ള സ്ഥലത്ത്. അടച്ച പാത്രത്തിലോ കവറിലോ ഇടരുത്. നനഞ്ഞാൽ പൂപ്പൽ പിടിക്കുവോ? പിടിക്കും. ബാക്ടീരിയയും വളരും. അതുകൊണ്ട് നന്നായി ഉണങ്ങണം. എപ്പോഴാ മാറ്റേണ്ടത്? സാധാരണഗതിയിൽ ഒരു 3-4 മാസം കൂടുമ്പോൾ. അല്ലെങ്കിൽ ആ നാരുകൾ ഇങ്ങനെ വിടർന്ന് വളഞ്ഞ് മോശമായാൽ ഉടനെ മാറ്റണം. ബ്രിസിൽസ് ചീത്തയായാൽ? അതെ. പിന്നെ പനിയോ ജലദോഷമോ ഒക്കെ വന്നാൽ അസുഖം മാറിയ ശേഷം ആ ബ്രഷ് മാറ്റുന്നത് നല്ലതാണ്, അണുക്കൾ വീണ്ടും വരാതിരിക്കാൻ. ചില ബ്രഷിൽ നിറം മാറുന്ന ഇൻഡിക്കേറ്റർ ഉണ്ടാവല്ലോ. അതും ശ്രദ്ധിക്കാം. നിറം മാറിയാൽ മാറ്റാറായി എന്നർത്ഥം. ഓക്കെ. ഇനി ടൂത്ത് പേസ്റ്റ്. അവിടെയും കൺഫ്യൂഷൻ ഉണ്ട്. ഏത് പേസ്റ്റ്, എത്ര അളവ്? ഈ ഗൈഡ് അതും ക്ലിയർ ആക്കുന്നുണ്ട്. 1 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് പേസ്റ്റേ വേണ്ട. വെറും നനഞ്ഞ ബ്രഷ് മതി. പേസ്റ്റ് വേണ്ടേ? വേണ്ട. അല്ലെങ്കിൽ കുറച്ച് വെള്ളം നനച്ചാൽ മതി. ശരി. 1 മുതൽ 4 വയസ്സ് വരെയോ? അവർക്ക് ഫ്ലൂറൈഡ് ഇല്ലാത്ത നോൺ ഫ്ലൂറിഡേറ്റഡ് പേസ്റ്റ് ഉപയോഗിക്കുന്നതാണ് നല്ലത്. കാരണം ആ പ്രായത്തിൽ തുപ്പാൻ പഠിച്ചിട്ടുണ്ടാവില്ല, വിഴുങ്ങാൻ സാധ്യതയുണ്ട്. അപ്പോ അളവോ? അളവ് വളരെ പ്രധാനം. ഒരു അരിമണിയുടെ അത്രേ പാടുള്ളൂ. എ റൈസ് ഗ്രെയിൻ സൈസ്ഡ് എമൗണ്ട്. അത്ര ചെറുതോ? അതെ, അത്ര മതി. അധികം പതയാത്തതും നല്ലതാണ്. 4 വയസ്സിന് മുകളിലോ? 4 വയസ്സിന് മുകളിൽ അവർക്ക് തുപ്പാൻ അറിയാമെങ്കിൽ ഒരു പട്ടാണിക്കടലയുടെ വലുപ്പത്തിൽ പേസ്റ്റ് ഉപയോഗിക്കാം. എപ്പി സൈസ്ഡ് എമൗണ്ട്. അരിമണി പിന്നെ പട്ടാണിക്കടല, ഓർക്കാൻ എളുപ്പമുണ്ട്. അതെ. പക്ഷെ അവര് പേസ്റ്റ് തുപ്പിക്കളയുന്നുണ്ടെന്നും വായ നന്നായി കഴുകുന്നുണ്ടെന്നും നമ്മൾ ഉറപ്പാക്കണം. ഈ ഫ്ലൂറൈഡ് പേസ്റ്റിന്റെ കാര്യം ഒന്നുകൂടി പറയുവോ? അതെപ്പോഴാ തുടങ്ങേണ്ടത്? അതിന്റെ ഗുണമെന്താണ്? ഫ്ലൂറൈഡ് എന്ന് പറയുന്നത് ഒരു ധാതുവാണ്. അത് നമ്മുടെ പല്ലിന്റെ ഇനാമലിനെ ശക്തിപ്പെടുത്തും. പല്ല് കേടാവുന്നതിനെ, ടൂത്ത് ഡിക്കേ തടയാൻ സഹായിക്കും. ഓക്കെ. ഈ പഠനസഹായി പറയുന്നത് ഏകദേശം 6 വയസ്സൊക്കെ ആവുമ്പോൾ, അതായത് സ്ഥിരം പല്ലുകൾ വന്നു തുടങ്ങുമ്പോൾ ഫ്ലൂറൈഡ് ഉള്ള പേസ്റ്റ് ഉപയോഗിച്ച് തുടങ്ങാമെന്നാണ്. തീർച്ചയായും മുതിർന്നവരുടെ മേൽനോട്ടത്തിൽ. അളവ് ആ പട്ടാണിക്കടലയുടെ അത്ര തന്നെ? അതെ, അത്ര മതി. കാരണം കൂടുതൽ ഫ്ലൂറൈഡ് അറിയാതെ വിഴുങ്ങുന്നത് അത്ര നല്ലതല്ല. സ്ഥിരമായി അങ്ങനെ സംഭവിച്ചാൽ ഡെന്റൽ ഫ്ലൂറോസിസ് എന്നൊരു അവസ്ഥ വരാം. അതെന്താണ്? പല്ലിന്റെ മുകളിൽ വെളുത്തതോ തവിട്ടു നിറത്തിലുള്ള പാടുകൾ പോലെ വരും. അതൊരു സൗന്ദര്യ പ്രശ്നമാണ് പ്രധാനമായും. അതുകൊണ്ടാണ് അളവ് ശ്രദ്ധിക്കണം, തുപ്പിക്കളയണമെന്ന് പറയുന്നത്. ശരിയായി ഉപയോഗിച്ചാൽ ഫ്ലൂറൈഡ് നല്ലതാണ്. ശരി. ഇനി ചില കുട്ടികൾക്ക് പല്ല് തേക്കാൻ ഭയങ്കര മടിയായിരിക്കും. അതിനെന്താ വഴി?
എങ്ങനെ അതൊരു രസകരമായ കാര്യമാക്കാം? അതിനും ഈ ഗൈഡിൽ നല്ല ആശയങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വീട്ടിലെല്ലാവരും ഒരുമിച്ച് ചെയ്യുക, ഒരു ഫൺ ആക്ടിവിറ്റി ആക്കുക. പിന്നെ അവർക്കിഷ്ടപ്പെട്ട ബ്രഷും പേസ്റ്റുമൊക്കെ വാങ്ങുക. അതെ, കളറുള്ള ബ്രഷ്, കാർട്ടൂൺ കഥാപാത്രമുള്ളത്, അവർക്കിഷ്ടപ്പെട്ട ഫ്ലേവറുള്ള പേസ്റ്റ്, കുട്ടികൾക്കുള്ളത്. ഒരു ബ്രഷിംഗ് ചാർട്ട് ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞല്ലോ. അതൊരു നല്ല വഴിയാണ്. കാലണ്ടറിൽ സ്റ്റാർ ഒട്ടിക്കുക, ഒരാഴ്ച നന്നായി ചെയ്താൽ ചെറിയൊരു സമ്മാനം കൊടുക്കുക. അതൊക്കെ അവരെ പ്രോത്സാഹിപ്പിക്കും. പാട്ട് വെക്കുന്നതോ? അതും നല്ലതാണ്. ഒരു 2-3 മിനിറ്റ് പാട്ട് വെച്ച് അത് തീരുമ്പോഴേക്ക് ബ്രഷിംഗ് തീർക്കണം എന്ന് പറയാം. കളിപ്പാട്ടത്തിന്റെ പല്ല് തേപ്പിക്കുന്നതോ? അതും ചെയ്യാം. അവരുടെ ടെഡിബെയറിനോ മറ്റോ ഒരു കളിപ്പാട്ട ബ്രഷ് വെച്ച് പല്ല് തേക്കാൻ പറയാം. എന്നിട്ട് സ്വന്തം പല്ല് തേക്കാൻ പറയാം. എന്തായാലും നിർബന്ധിക്കാൻ പാടില്ല അല്ലേ? അതാണ് പ്രധാനം. നിർബന്ധിച്ചാൽ അവർക്ക് ദേഷ്യം വരും. ക്ഷമയോടെ പ്രോത്സാഹിപ്പിച്ച്, മാതൃക കാണിച്ച്, അഭിനന്ദിച്ച് വേണം ചെയ്യിക്കാൻ. ശരി. അപ്പോൾ ബ്രഷിംഗ് നമ്മൾ കവർ ചെയ്തു. ഇനി അടുത്തത് ഫ്ലോസിംഗ്. ഇത് പലരും ചെയ്യാത്തൊരു കാര്യമാണെന്ന് തോന്നുന്നു. ശരിയാണ്. പക്ഷേ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം നമ്മൾ എത്ര നന്നായി ബ്രഷ് ചെയ്താലും പല്ലുകൾ തമ്മിൽ ചേർന്നിരിക്കുന്ന ആ ഇടയിലുള്ള അഴുക്ക് കളയാൻ ബ്രഷിന് പറ്റില്ല. അവിടെയാണോ ഫ്ലോസ് വേണ്ടത്? അതെ, ആ ഇടയിൽ കുടുങ്ങിയ ഭക്ഷണവും പ്ലാക്കുമൊക്കെ കളയാനാണ് ഡെന്റൽ ഫ്ലോസ് എന്ന ആ നൂലുപോലുള്ള സാധനം ഉപയോഗിക്കുന്നത്. എപ്പോഴാ ഇത് കുട്ടികൾക്ക് തുടങ്ങേണ്ടത്? എപ്പോഴാണോ അവരുടെ 2 പല്ലുകൾ അടുത്തടുത്ത് വന്ന് തൊട്ടിരിക്കാൻ തുടങ്ങുന്നത്, അപ്പോൾ തുടങ്ങണം. സാധാരണ ഒരു 4-5 വയസ്സിലൊക്കെ അങ്ങനെ സംഭവിക്കും. പക്ഷേ ഇത് കുട്ടികൾക്ക് തനിയെ ചെയ്യാൻ പറ്റുമോ? ഇല്ല, ഇത് കുറച്ച് ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്. മോണ മുറിയാതെ നോക്കണം. അതുകൊണ്ട് ഏകദേശം ഒരു 10 വയസ്സെങ്കിലും ആകുന്നതുവരെ മാതാപിതാക്കൾ ചെയ്തു കൊടുക്കണം. ഓക്കേ, അതെങ്ങനെയാ ചെയ്യേണ്ടത്? ഈ ഗൈഡ് പറയുന്ന രീതി നോക്കാം. ഏകദേശം ഒരു അടി നീളത്തിൽ ഫ്ലോസ് എടുക്കുക. 12 ഇഞ്ച്? അതെ. അതിന്റെ അറ്റം വിരലിൽ ചുറ്റുകയോ അല്ലെങ്കിൽ ഒരു ലൂപ്പ് പോലെ കെട്ടുകയോ ചെയ്യാം. കുറച്ചു ഭാഗം തള്ളവിരലും ചൂണ്ടുവിരലും വെച്ച് പിടിക്കുക. എന്നിട്ട് പല്ലിന്റെ ഇടയിലേക്ക് പതുക്കെ ഇറക്കുക. ഒരു സോ ചെയ്യുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടുമാക്കി. ശക്തിക്ക് താഴേക്ക് അമർത്തരുത്. മോണയിൽ കൊള്ളാതിരിക്കാൻ? അതെ. മോണയുടെ അടുത്തെത്തുമ്പോൾ ഓരോ പല്ലിനോടും ചേർത്ത് ഒരു സി ഷേപ്പിൽ വളയ്ക്കുക. എന്നിട്ട് പല്ലിന്റെ വശത്തുകൂടെ മുകളിലേക്കും താഴേക്കും പതുക്കെ ഉരസുക. ഓക്കേ. ഓരോ പല്ലിന്റെ ഇടയിലും ഫ്ലോസിന്റെ വൃത്തിയുള്ള ഭാഗം ഉപയോഗിക്കാൻ ശ്രമിക്കണം. ഇത് കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ. ആദ്യമൊക്കെ തോന്നും, പക്ഷെ ശീലമായാൽ എളുപ്പമാണ്. പിന്നെ ഇപ്പോ ഫ്ലോസ് ഹോൾഡറുകൾ അല്ലെങ്കിൽ ഫ്ലോസ് പിക്സ് എന്നൊക്കെ പറഞ്ഞ് എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങൾ കിട്ടും. അത് മാതാപിതാക്കൾക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ദിവസവും ചെയ്യണോ ഇത്? ദിവസത്തിൽ ഒരു തവണ, രാത്രി ബ്രഷ് ചെയ്യുന്നതിനു മുൻപ് ചെയ്യുന്നത് നല്ലതാണ്. ശരി. ഇനി മൂന്നാമത്തെ കാര്യം റിൻസിംഗ് അഥവാ വായ കഴുകൽ. ഇതിൽ മൗത്ത് വാഷിനെ കുറിച്ചാണോ പറയുന്നത്? അതെ. മൗത്ത് വാഷ് ഉപയോഗിക്കുന്നത് നല്ലതാണോ, കുട്ടികൾക്ക് കൊടുക്കാമോ എന്നൊക്കെ സംശയമുണ്ടാകാം. മൗത്ത് വാഷിന് വായനാറ്റം കുറയ്ക്കാനും ബാക്ടീരിയയെ കൊല്ലാനുമൊക്കെ കഴിയും. പക്ഷെ കുട്ടികൾക്ക് കൊടുക്കാമോ? ഈ പഠനസഹായി പറയുന്നത് 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മൗത്ത് വാഷ് ഒഴിവാക്കുന്നതാണ് നല്ലത് എന്നാണ്. കാരണം അവർക്കത് ശരിക്കും വായിൽ കൊള്ളാനും തുപ്പാനും അറിയില്ല. വിഴുങ്ങിപ്പോവാൻ സാധ്യതയുണ്ട്. 6 വയസ്സിന് മുകളിലോ? ഡോക്ടർ നിർദ്ദേശിക്കുകയാണെങ്കിൽ മാത്രം ആൽക്കഹോൾ ഇല്ലാത്ത മൗത്ത് വാഷ് ഉപയോഗിക്കാം. പക്ഷെ ഓർക്കണം, ഇത് ബ്രഷിങ്ങിനും ഫ്ലോസിങ്ങിനും പകരമാവില്ല. ഒരു എക്സ്ട്രാ സ്റ്റെപ്പ് മാത്രം. അപ്പൊ സ്ഥിരം വായനാറ്റമുണ്ടെങ്കിലോ? സ്ഥിരമായി വായനാറ്റമുണ്ടെങ്കിൽ മൗത്ത് വാഷ് കൊണ്ട് അത് ഒളിപ്പിക്കാൻ നോക്കരുത്. ഒരു ഡോക്ടറെ കാണിക്കണം. അത് ചിലപ്പോൾ പല്ലിന്റെ കേടോ മോണരോഗമോ വേറെ എന്തെങ്കിലും പ്രശ്നമോ ആകാം. അപ്പൊ കുട്ടികൾക്ക് ഏറ്റവും നല്ല റിൻസ് ഏതാണ്? സാധാരണ പച്ചവെള്ളം. ഓരോ തവണ ഭക്ഷണം കഴിച്ച ശേഷവും കുറച്ച് വെള്ളം വായിലെടുത്ത് നന്നായി കുലുകുഴിഞ്ഞ് തുപ്പുന്നത് ഏറ്റവും നല്ല ശീലമാണ്. സിമ്പിൾ, സേഫ്, എഫക്റ്റീവ്. ശരി. അപ്പോ ബ്രഷ്, ഫ്ലോസ്, റിൻസ് ഈ 3 കാര്യങ്ങളും നമ്മൾ വിശദമായി സംസാരിച്ചു. ഈ പഠന സഹായി ശരിക്കും വളരെ ലളിതമായിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. ഇത് കേൾക്കുന്ന ആരോഗ്യ പ്രവർത്തകർ, ടീച്ചർമാർ, വോളണ്ടിയർമാർ ഇവർക്കെല്ലാം ഇത് വളരെ ഉപകാരപ്രദമാകും. തീർച്ചയായും. കാരണം നിങ്ങളിലൂടെയാണല്ലോ ഈ അറിവ് കൂടുതൽ ആളുകളിലേക്ക്, പ്രത്യേകിച്ച് ഈ സേവനങ്ങൾ കുറവുള്ള സ്ഥലങ്ങളിലെ കുട്ടികളിലേക്കും കുടുംബങ്ങളിലേക്കും എത്തേണ്ടത്. നിങ്ങൾ പരിശീലനം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഈ ഗൈഡ് പറയുന്നത്? പ്രധാനമായും ഡെമോ കാണിക്കുന്നത് നല്ലതാണ്.
ആ പല്ലിന്റെ മോഡൽ ഉപയോഗിച്ച് ബ്രഷ് ചെയ്യുന്നതും ഫ്ലോസ് ചെയ്യുന്നതും കാണിക്കുക. ഗ്രൂപ്പ് ബ്രഷിംഗ് സെഷനുകൾ. അത് വളരെ നല്ലതാണ്. സ്കൂളുകളിലോ അംഗനവാടികളിലോ കുട്ടികളെല്ലാവരും ഒരുമിച്ച് പാട്ടൊക്കെ പാടി ബ്രഷ് ചെയ്യുന്നത് അവർക്ക് ഇഷ്ടപ്പെടും. പിന്നെ ബ്രഷ് മാറ്റുന്ന കാര്യം, പേസ്റ്റിന്റെ അളവ്, ഇതൊക്കെ മാതാപിതാക്കളോട് പറയണം. അതെ, ഫ്ലൂറൈഡിന്റെ കാര്യം, മേൽനോട്ടത്തിന്റെ കാര്യം, ഇതൊക്കെ അവരെ ബോധവാന്മാരാക്കണം. പിന്നെ പല്ലിൽ കേടു തുടങ്ങുമ്പോൾ കാണുന്ന വെള്ളപ്പാടുകളില്ലേ, ഏർലി സൈൻസ് ഓഫ് ഡിക്കേ, അത് കണ്ടാൽ ഉടനെ ഡോക്ടറെ കാണാൻ നിർദ്ദേശിക്കണം. ഈ സന്ദേശങ്ങൾ രസകരമായി അവതരിപ്പിക്കാൻ കഥകളും പോസ്റ്ററുകളും കളികളും ഉപയോഗിക്കാം. തീർച്ചയായും. നിങ്ങളുടെ ഒരു ചെറിയ ഇടപെടൽ ഒരു കുട്ടിയുടെ ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരു നല്ല പുഞ്ചിരിക്ക് കാരണമായേക്കാം. ശരി, അപ്പോൾ ഇന്നത്തെ ഈ ചർച്ച നമുക്കിവിടെ അവസാനിപ്പിക്കാം. ഈ അധ്യായത്തിലെ പ്രധാന കാര്യങ്ങൾ ഒന്നുകൂടി ഓർത്താലോ? ആദ്യത്തെ പല്ലു വന്നാൽ ബ്രഷിംഗ് തുടങ്ങുക. ദിവസം 2 തവണ, പ്രത്യേകിച്ച് രാത്രി ബ്രഷ് ചെയ്യുക. സോഫ്റ്റ് ബ്രഷും ശരിയായ അളവിൽ പേസ്റ്റും ഉപയോഗിക്കുക. 6 വയസ്സുവരെ മേൽനോട്ടം നൽകുക. പല്ലുകൾ ചേർന്നാൽ ഫ്ലോസ് ചെയ്യുക. ഭക്ഷണശേഷം വെള്ളം കൊണ്ട് വായ കഴുകുക. ഈ നല്ല ശീലങ്ങളാണ് ആരോഗ്യകരമായ പുഞ്ചിരിയുടെ അടിസ്ഥാനം. നിങ്ങൾ ഓരോരുത്തരും ഈ അറിവ് നേടിക്കഴിഞ്ഞു. ഡോക്ടർ അർഷാദും ഡോക്ടർ വിവേകും ഈ പഠനസഹായി തയ്യാറാക്കിയതിന്റെ ലക്ഷ്യം തന്നെ നിങ്ങളെപ്പോലുള്ളവരെ ശാക്തീകരിക്കുക എന്നതാണ്. നിങ്ങൾ ഈ ലളിതമായ കാര്യങ്ങൾ കുട്ടികൾക്കും കുടുംബങ്ങൾക്കും പറഞ്ഞുകൊടുക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ വലിയ മാറ്റമുണ്ടാക്കും. തീർച്ചയായും. പോകുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി. ഇതൊന്ന് ആലോചിച്ചു നോക്കൂ. ഇന്ന് നമ്മൾ സംസാരിച്ച ഈ കാര്യങ്ങൾ നിങ്ങൾ ജോലി ചെയ്യുന്ന കുട്ടികൾക്കും കുടുംബങ്ങൾക്കും വേണ്ടി എങ്ങനെ കുറച്ചുകൂടി ആകർഷകമാക്കാം, അവരുടെ സാഹചര്യത്തിനനുസരിച്ചെങ്ങനെ മാറ്റിയെടുക്കാം, ഈ ആഴ്ച തന്നെ അവരെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്ന ഒരു ചെറിയ മാറ്റം എന്തായിരിക്കും? അതൊന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ ഒരു ചെറിയ ശ്രമം ഒരു വലിയ തുടക്കമായേക്കാം.